പശ്ചിമേഷ്യൻ യുദ്ധം ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കവേ ഇറാന്റെ ആണവ ശേഖരം പിടിച്ചെടുക്കാൻ വമ്പൻ പദ്ധതി തയ്യാറാക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. സ്വന്തമാക്കാമെന്ന ലക്ഷ്യം അതൊരിക്കലും നടക്കില്ല. അമേരിക്കൻ ഇസ്രായേൽ സൈന്യം സംയുക്തമായി കരസേന നീക്കത്തിന് ഒരുങ്ങുന്നതായി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇന്ത്യക്ക് പക്ഷേ ഇറാനിലെ സംഘർഷം പല തലത്തിലാണ് ആശങ്കകൾ സമ്മാനിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇറാനെതിരെ US-ഉം ഇസ്രായേലും നടത്തുന്ന ആക്രമണവും അതിന് തിരിച്ചടിയായി ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണവും ഇതുവരെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമാക്കി എത്രയെന്നറിയോ? 31 ലക്ഷം കോടി രൂപയാണ്. ഞെട്ടിക്കുന്ന കണക്കാണ്. ക്രൂഡ് ഓയിൽ വില ഇതാ കുതിച്ചു കയറിയതും വിദേശ നിക്ഷേപം പിൻവലിക്കപ്പെട്ടതുമൊക്കെ ഇത്തരമൊരു പ്രതിസന്ധി ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറാനിൽ നിന്നും ഇന്ത്യ വൻതോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ലോകത്തെ 3ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഈ പശ്ചിമേഷ്യൻ യുദ്ധം ഇന്ത്യക്കൊരു തിരിച്ചടിയാകുമെന്ന ഭീതി ഇപ്പോഴും കനത്തു നിൽപ്പുണ്ട്. ആ ഭീതിയിലാണ് വിദേശ നിക്ഷേപങ്ങൾ പിൻവലിക്കപ്പെട്ടത്. തിങ്കളാഴ്ച മാത്രം 12.78 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് നഷ്ടമായത് ഓഹരി വിപണിയിൽ. പശ്ചിമേഷ്യയിലെ ഭൗമ രാഷ്ട്രീയ സംഘർഷത്തെ തുടർന്ന് ഇന്ധന വിതരണ ശൃംഖലയിൽ തടസ്സമുണ്ടായ സാഹചര്യത്തിൽ ഇന്ത്യയിലെ പാചകവാതക വിതരണത്തിലും കർശന നിയന്ത്രണം കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് താൽക്കാലികമാണ്. 21 ദിവസം മുമ്പ് ബുക്ക് ചെയ്യണമെന്നടക്കമുള്ള നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇന്ധനവില കുതിച്ചു കയറുന്നതാണ് യാഥാർത്ഥ്യം. ക്രൂഡ് ഓയിലിന് ബാരലിന് $100 കടന്നിട്ടുണ്ട്. 2022 ശേഷം ഇതാദ്യമാണ് ക്രൂഡ് ഓയിൽ വില $100 കടക്കുന്നത്. ചില ഘട്ടങ്ങളിൽ ക്രൂഡ് ഓയിൽ വില $115 വരെ എത്തുകയും ചെയ്തിരുന്നു. അമേരിക്കയിലും ഇന്ധനവില കൂടിയിട്ടുണ്ട്. കാരണം ഇന്ത്യയിലും അമേരിക്കയിലും ഉപയോഗിക്കുന്നത് ഒരേ ക്രൂഡ് ഓയിൽ തന്നെയാണ്. കുറച്ച് സമയത്തേക്ക് കൂടുതൽ വില നൽകി ജനങ്ങൾ സഹകരിക്കണമെന്ന ഒരു താത്വിക ഉദ്ബോധനമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങളുടെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. വില അല്പം കൂടിക്കോട്ടെ, വാങ്ങി സൂക്ഷിച്ചുകൊള്ളുക എന്നാണ്. വില വർധന പിടിച്ചു നിർത്താൻ 300 ദശലക്ഷം ബാരൽ കരുതലെണ്ണ വിപണിയിൽ ഇറക്കാൻ G7 രാജ്യങ്ങളുടെ അടിയന്തര യോഗത്തിൽ ഉടനെ തീരുമാനമുണ്ടാകും. അതോടെ ഈ പ്രതിസന്ധിക്കൊരു താൽക്കാലിക പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 3 ദിവസത്തേക്ക് വേണ്ടത് ആഗോള വിപണിയിൽ 1 കോടിയിലധികം ബാരൽ ക്രൂഡ് ഓയിൽ എന്നുകൂടി ഓർക്കണം. എന്തായാലും ആണവായുധ നിരായുധീകരണം അത് നല്ലൊരു കാര്യമാണ്. ഇന്ത്യ അടക്കമുള്ള വികസിത രാജ്യങ്ങളിലേക്ക് വരുന്ന രാജ്യങ്ങൾക്കൊക്കെ ഈ ആണവായുധ നിരായുധീകരണം വളരെ ഉപകാരപ്രദമായ കാര്യമാണ്. ഇറാൻ്റെ പക്കലുള്ള 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം അത് കൈക്കലാക്കാൻ പ്രത്യേക സേനയെ നിയോഗിക്കുന്നതിനെക്കുറിച്ച് US-ഉം ഇസ്രായേലും ഒക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിശക്തമായ സുരക്ഷയുള്ള ഭൂഗർഭ നിലവറകളിൽ നിന്നും ആണവശേഖരം എങ്ങനെ പുറത്തെടുക്കുമെന്നാണ് അമേരിക്കൻ ഡെൽറ്റ ഫോഴ്സ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പിടിച്ചെടുക്കുന്ന യുറേനിയം ഒന്നുകിൽ ഇറാനിൽ നിന്നും കടത്തിക്കൊണ്ടുപോകുക അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ ഉപയോഗശൂന്യമാക്കുകയോ ചെയ്യാനാണ് പദ്ധതി. വളരെ റിസ്ക്കാണ് ഈ യുറേനിയം ഇറാൻ്റെ അതിർത്തി കടന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുക എന്നത്. ഇറാൻ്റെ പക്കലുള്ള 450 കിലോയോളം വരുന്ന അതിമാരകമായ യുറേനിയം ശേഖരം അത് പിടിച്ചടക്കുകയാണ് ഈ അമേരിക്കൻ ഇസ്രായേൽ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം. കാരണം യുദ്ധം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഈ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ 90% നിലവാരത്തിലേക്ക് ഉയർത്താൻ ഇറാന് സാധിക്കുമെന്നതാണ് അമേരിക്കയെ ആശങ്കപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം ചുരുങ്ങിയ സമയം കൊണ്ട് ഇറാന് വേണമെങ്കിൽ ഇപ്പോഴും ഒരു ആണവായുധം ഉണ്ടാക്കി തയ്യാറാക്കി വയ്ക്കാം. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും സൈനിക ശേഷിയുമൊക്കെ പൂർണ്ണമായും തകർത്ത് ഒരു കരസേന നീക്കത്തിന് ഭീഷണിയില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ പെൻറ്റഗൺ ഇത്തരമൊരു ദൗത്യത്തിന് അനുമതി നൽകുകയുള്ളൂ. കാരണം ഇറാൻ ഈ ആണവായുധം എടുത്ത് പ്രയോഗിക്കാൻ തീരുമാനിച്ചാലും അത് അമേരിക്ക വരെ എത്തില്ല. പകരം ഗൾഫ് രാജ്യങ്ങളാകും അതിൻ്റെ ഗുരുതരമായ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ഇറാനും ഒന്ന് ആലോചിച്ച ശേഷം മാത്രമേ ഒരു ആണവായുധ പ്രയോഗത്തിനും മുതിരുകയുള്ളൂ. ഇതിനകം തന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. എന്നാൽ പരാജയപ്പെടാൻ സാധ്യതയുള്ള വ്യോമാക്രമണത്തെക്കാൾ ഫലപ്രദമായത് ഒരു കരസേന നീക്കമാണ്. കാലാൾപ്പട ചെന്ന് ആ ഭൂഗർഭ നിലവറകളെ പിടിച്ചെടുത്ത് അവിടുത്തെ യുറേനിയത്തിൻ്റെ കരുതൽ ശേഖരത്തിന് സുരക്ഷ ഏർപ്പെടുത്താം എന്നൊരു കരുതലാണ് ഇപ്പോൾ അമേരിക്കയിലെയും ഇസ്രായേലിലെയും സൈനിക വിദഗ്ധർ. ഇതിന് മുന്നോടിയായാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കാലത്ത് നടപ്പാക്കിയ അതേ യുദ്ധതന്ത്രം, അതിൻ്റെ വാതിൽപ്പടി യുദ്ധം, അതിൻ്റെ കവാടങ്ങൾ ആരും കടക്കാത്ത രീതിയിൽ പുറത്തേക്കോ അകത്തേക്കോ ആരും കടക്കാത്ത രീതിയിൽ അടച്ചു മൂടുക എന്ന മൂടിയെടുക്കുക എന്നൊരു തന്ത്രം അത് അമേരിക്ക പരീക്ഷിച്ചു നോക്കിയത്.
അതിനുശേഷമാണ് ഈ ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങളും അമേരിക്കൻ യുദ്ധവിമാനങ്ങളും ചേർന്ന് ഇറാനിലെ മിസൈൽ സംഭരണ കേന്ദ്രങ്ങളെ ഈ രീതിയിൽ വാതിൽപ്പടി യുദ്ധത്തിലൂടെ അതൊക്കെ അടച്ചുപൂട്ടി ചെയ്തതൊക്കെ അവിടുത്തെ റോക്കറ്റ് ലോഞ്ചറുകളെ തകർത്തെറിഞ്ഞു. ഇതിനുശേഷമാണ് ഇറാൻ്റെ ആണവായുധ ശേഖരത്തിലേക്ക് ഇറാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സമ്പുഷ്ട യുറേനിയം ശേഖരത്തിലേക്ക് കണ്ണുവെച്ച് അമേരിക്കയും ഇസ്രയേലും ഇതാ ഡെൽറ്റ ഫോഴ്സ് അടക്കമുള്ള സേനകളെ ഇറക്കി ഒരു കരയുദ്ധത്തിന്, അന്തിമ യുദ്ധത്തിന് തയ്യാറെടുക്കുക.